ശരിക്കും പെട്ടു. ഇന്നിവിടുത്തെ പാത്രം കഴുകും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൈഷ്ണ അൺഫിൽറ്റഡ്. ഹായ് ഗൈസ്, ദിസ് ഈസ് മൈ ഫസ്റ്റ് ലോങ് വീഡിയോ. ആക്ച്വലി ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണെങ്കിലും പാളിപ്പോയി. കാരണം ബാക്ക്ഗ്രൗണ്ടിലും കാർട്ടൂൺ സോങ് പ്ലേ ചെയ്യുന്നത് ഞാൻ മറന്നുപോയി, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് വേണം പറയാൻ. കാരണം ആദ്യത്തെ വീഡിയോ എടുക്കുന്ന എക്സൈറ്റ്മെൻറ്റിൽ എല്ലാം അങ്ങ് മറന്നും പണ്ടാരടങ്ങിപ്പോയി. അങ്ങനെയാണ് ഞാൻ ഇത് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത്. കുറച്ചധികം ഭാഗങ്ങൾ വോയിസ് ഓവറും ബാക്കി സാധാരണ നോയ്സൊക്കെ ഉള്ള ഓഡിയോ ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് നൈറ്റ് ഡ്രൈവാണ്. ഞാൻ കുറേ നാളായി യദുവിനോട് പറയുന്നത്, യദു എത്ര നാളായി ഞാൻ പുറത്ത് പോയിട്ട് ഒന്ന് പോവാ യദു, എനിക്കിങ്ങനെ ഇരുന്ന് ബോറടിക്കുന്ന യദു, വാ പോവാ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പോകും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൻ പറഞ്ഞു എന്നാ മതി പോവാം, കൊണ പറഞ്ഞുകൊണ്ടിരിക്കണ്ടാന്ന്. അപ്പോഴാണ് എല്ലാം റെഡി പോകാൻ ഇറങ്ങുമ്പോഴാണ് ബാഗ് മറന്നു. ബാഗ് മസ്റ്റാണ്. അതിലുപരി അതിലുള്ള സ്നെഗ്ഗി വളരെയധികം മസ്റ്റാണ്. ഞാനിപ്പോൾ സ്നെഗ്ഗിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പോകുന്ന പോക്കിൽ നിങ്ങൾ എക്സ്പ്രഷൻ കണ്ടില്ലേ? അതെൻ്റെ കൈ ഒരുത്തന് മുട്ടിയതാണ്. ഇങ്ങനെ ദച്ചൂട്ടനെ വിളിച്ച് ദേവാച്ചനെ വിളിച്ച് പോകാൻ നോക്കുകയാണ്. ദേവാച്ചൂടാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ദച്ചൂട്ടിനെ പിന്നെ ഞാൻ ഡ്രസ്സ് മാറ്റി കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷം, മേലേക്ക് ചാടി കയറി. ദേവാച്ചേനടിക്ക് ഫോണൊക്കെ ഓഫാക്കി പപ്പയുടെ അടുത്ത് കൊടുക്കുകയും ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ആക്ച്വൽ വീഡിയോസും ഓഡിയോയും കാണാം. പോയിട്ട് വരാം നമുക്ക്. ടാറ്റാ പോവാം. ടാറ്റാ. വാ നമുക്ക് പോവാം. നിങ്ങൾ വരികയല്ലേ? വാ വാ. ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് നനഞ്ഞത് അല്ല ആറിട്ടിട്ട് നനയോന്ന് എനിക്ക് ടെൻഷൻ. അത് വണ്ടിയാ. ഇവിടെ എടുത്തതിന് വണ്ടീൻ്റെ മുകളിൽ എന്തൊക്കെയോ സംശയം. ഏതാ ബ്രേക്ക് ഏതാ ക്ലച്ച് നോക്കി. ചൂട്ടിന് ബൈക്കിൽ എപ്പോഴും നിന്ന് പോകുന്നത് എനിക്കാണ് പെയിൻ. ബൈക്കിൽ ഇങ്ങനെ നിന്ന് പറഞ്ഞു. ആക്ച്വലി ഞാനിപ്പോൾ ഭയങ്കര കൺസേണാണ് ഈ ഡ്രസ്സ് ഇട്ടിട്ട്. ആൾക്കാരെന്ത് വിചാരിക്കും, കാണുന്നവരെന്തോ കരുതും എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നല്ലായിരുന്നു ഞാൻ. പിന്നെ ഇപ്പോഴാ ഞാൻ ഈ ഭാഗത്തേക്കത്തെ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ ഞാൻ എറണാകുളത്ത് താമസിച്ച സമയത്തൊക്കെ ഒരുപാട് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ടതാണ്. ഇപ്പം എനിക്കെന്താ അറിയില്ല ശരിക്കും ഞാനതിന് എങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വിചാരിക്കും അങ്ങനെ വിചാരിക്കുന്നു വിചാരിച്ച് നോക്കിയിരിക്കണത്. ആക്ച്വലി അവരുടെ ആരും നല്ലല്ലോ എനിക്ക് ചെലവിനായിരുന്നു. ഇത് ശരിയാക്കണം. ഞാൻ 2 ചായ എനിക്ക് വേണ്ടി മാത്രം വന്നതാണ്. ഇവൻ നോക്കുമ്പോൾ അൽഫാം പറഞ്ഞു. ഞാൻ ഇന്നിവിടുത്തെ പാത്രം കഴുകും. എല്ലാം ഒപ്പിച്ചിട്ട് ഇതിന് ഇരിപ്പ് ബ്ലഡിപ്പോൾ ഇല്ല. അതവിടെ അവിടെ കിടക്കട്ടെ. എന്താ ദേവാച്ചിന് എന്താ വേണ്ടേ? ദേവാച്ചിന് എന്താ വേണ്ടേ? ഞങ്ങൾ മൂഡ് ഓഫിലാണ്. ഞങ്ങൾ ഇനി ആരോടൊന്നും മിണ്ടൂല. എന്താ കാരണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താ പിന്നെ കഴിക്കട്ടെടാ. ഇതാണ് ഗൈസ് എൻ്റെ കെട്ടിയാൻ. മഴ പെയ്തു ഗൈസ്. ഞങ്ങൾ പെട്ടു. പെട്ടോ. ഇനിയിപ്പോൾ എവിടെ നിന്ന് എപ്പോഴാണ് പോകാൻ പറ്റുമെന്നറിയില്ല. എനിക്കതിലേറെ ടെൻഷൻ വീട്ടിൽ വിരിച്ചിട്ട തുണി നനയോന്നാ. നനഞ്ഞ ഇവനെ ഞാൻ കൊല്ലും. ഞാൻ വരുമ്പോൾ പറഞ്ഞതാ തുണി എടുത്ത് വെക്കാമെന്ന്. മഴയൊന്നും പെയ്യത്തില്ല, നമ്മൾ അതിന് മുന്നേ ഇങ്ങെത്തും എന്ന് പറഞ്ഞത്. എന്തേലും അറിയണോ? ചേട്ടനും ഉറങ്ങി കണ്ട. ഇനിയിപ്പോൾ ഞങ്ങൾ എപ്പോൾ വീട്ടിലെത്താനാണ്? ഇന്ന് മഴയുണ്ടെന്ന് അറിയ പോലും ഇല്ലായിരുന്നു.
മഴ ഇപ്പം കുറയും നോക്കി എന്നിട്ട് കുറയുന്നേ ഇല്ല, കൂടിക്കൂടി വരിക. ഞങ്ങൾ ശരിക്കും പെട്ടു. 11 മണിയായി. എങ്ങനെ പോകുന്നൊരു പിടിപാടില്ല. എങ്ങനെ പോകും? ഒരാൾ ഉറങ്ങി, അടുത്ത ആളത് പോവാന്ന് പറഞ്ഞിരിക്കുക. പോവാ 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 പോവാ.